ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു പുതിയ സംഭവമാണ് കേട്ടോ. ഇതുവരെ ഇല്ലാത്തൊരു സംഭവമായിട്ട് അന്ന് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ, ഞാനൊന്ന് വിദ്യാർത്ഥിയാണ്, പഠിക്കാൻ പോകുക എന്നൊക്കെ ഉള്ളത്. ഡ്രാഫ്റ്റിങ്, ബെഡിങ്, ലെയറിങ് ഒക്കെ പഠിക്കാൻ വേണ്ടി ഒരു ദിവസത്തെ ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു ദിവസം മതി ആ ക്ലാസ്സിന്. നല്ല താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആ ഒരു ദിവസം കണ്ടാൽ തന്നെ മതി. പക്ഷെ അത് മറന്നു പോകും. ഒരാഴ്ച ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ സൗകര്യങ്ങൾ കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ ആ സൗകര്യങ്ങളൊക്കെ ആക്കി. എന്താ സംഭവം എന്നറിയണ്ടേ? ഗ്രാഫ്റ്റിങ്. ഇന്ന് ഞാൻ എൻ്റെ ബോഗൺ വില്ല എന്ന് പറഞ്ഞാൽ കടലാസ് പൂവിനൊന്ന് ഗ്രാഫ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിറങ്ങിയതാട്ടോ. എന്താ ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാലറിയോ? ഒരു ചെടി, ഒരു മദർ പ്ലാന്റ്. ഇപ്പോൾ നമ്മൾ ഒരു വെള്ള ചെടി, ബോഗൺ വില്ല, വെള്ള പൂക്കളുള്ള ഒരു ബോഗൺ വില്ലയിൽ ഓരോ കൊമ്പിലും ഓരോ കളറുള്ള ബോഗൺ വില്ലേൻ്റെ കമ്പ് കൊണ്ടുവന്ന് ഫിറ്റാക്കുക. എന്നിട്ട് അത് മുളച്ച് വരുമ്പോൾ ഒരു ചെടിയിൽ പലതരം കളറുള്ള ബോഗൺ വില്ല ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് പൂവിടുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഭാവനയിൽ നല്ല ഭംഗിയല്ലേ? ഞാനങ്ങനെ കാണാറുണ്ട് കേട്ടോ, ഓരോ സ്ഥലത്ത് ഞാൻ കാണാറുണ്ട്. ഞാൻ വിചാരിക്കട്ടെ, ഇത് പഠിക്കുന്നതിന് മുമ്പ് ഇതെന്താ സംഭവം? ഒരൊറ്റ ചെടിമേൽ ഇങ്ങനെ അങ്ങോട്ട് കുട ഇങ്ങനെ തുറന്നു വെച്ചതുപോലെ ഇങ്ങനെ അങ്ങോട്ട് പലതരം പൂക്കൾ. അന്നേരം അത് ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് അതുപോലെ എൻ്റെ ബോഗൺ വില അതുപോലെ എനിക്ക് ആക്കണം എന്നൊരു വാശി. അതുകൊണ്ട് ഇന്ന് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പം ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് പതുക്കെ കാണിച്ചു തരും. എൻ്റെ പ്രിയപ്പെട്ടവർ അത് കണ്ടിട്ട് അതുപോലെ ചെയ്താൽ നിങ്ങളെ വീട്ടിൽ അതുപോലെ പൂക്കളുണ്ടാവും. അതിന് നമുക്ക് വേണ്ടത് ഒരു മദർ പ്ലാന്റ് വേണം, ഒരു ചട്ടിയിൽ ഒരു ബോഗൺ വില്ലിൻ്റെ ഒരു ചെടി വേണം കേട്ടോ. എന്നാൽ വീരി നമുക്ക് കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ്. ഇതാണ് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ മദർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് വയസ്സായ മദറൊന്നും ആയില്ല, എന്നാലും അത്യാവശ്യത്തിന് മൂപ്പൊക്കെ എത്തിയ നല്ല കരുത്തുള്ള ഒരു പ്ലാന്റ് ഞാൻ തിരഞ്ഞെടുത്തു. അതെൻ്റെ ബോഗൺ വില്ലയാണ്. ഈ ബോഗൺ വില്ല ഞാൻ എന്താക്കുന്നറിയോ? ഈ കമ്പ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ഞാൻ ഓരോരുത്തരിങ്ങനെ കെട്ടിക്കൊടുക്കുന്നതൊക്കെ കാണാം. എന്നാലും ഇങ്ങനെ റൗണ്ടിലൊക്കെ നിൽക്കാൻ ഇനി മുതൽ കെട്ടലൊന്നും വേണ്ട, ഒക്കെ ഇനി ബൈ പറയാം. ഇനി നമുക്ക് ഡ്രാഫ്റ്റിങ്ങിലൂടെ ഇതിങ്ങനെ അങ്ങോട്ടായി വരും. ഇപ്പോൾ ഓരോ ശാഖയിലും ഓരോ തരം കളറ് ബോഗൺ വില്ലേൻ്റെ ഞാൻ വെക്കാൻ പോകുക. അതെൻ്റെ കയ്യിലുണ്ട്. ഇനി നമുക്ക് നമ്മളെ കയ്യിലില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓരോ വീട്ടിലും പോയിട്ട് കളർ ഇങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. എന്നാൽ വരി നമുക്ക് ബോഗൺ വില്ല കളറുകൾ ഏതൊക്കെ. ഇതേതാണെന്നറിയോ? ഇതൊരു സൈസ് മഞ്ഞയാണ്. പറഞ്ഞു തരാമെന്ന് മാത്രമേ കഴിയൂ. പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി. അതൊക്കെ കൊഴിഞ്ഞു പോയി ഇതിൻ്റെ. അതുകൊണ്ട് ഇത് മഞ്ഞയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓറഞ്ച് ഉണ്ട്, ഈ റോസ് ഉണ്ട്, ഈ കട്ട ചോപ്പുണ്ട്, വെള്ളുണ്ട്. അപ്പം ഞാനിപ്പം ചെയ്യുന്നത് 3 എണ്ണ. ഈ ഓറഞ്ചിൻ്റെതും ഈ റോസിൻ്റെതും ഇതിൻ്റെ എടുക്കും. ഞാൻ എടുത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ പതുക്കെ ഫിറ്റാക്കാൻ പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു മദർ പ്ലാന്റ് വേണോ, നിങ്ങളെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തു നിന്നൊക്കെ എടുത്ത് കുട്ടപ്പനാക്കിയത്. എന്നാലും വലിയൊരു കുട്ടപ്പനായില്ല. അതിന് വേണ്ടത് കത്രിക വേണം, കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വേണം, നൈസായത് ഇങ്ങനെ മുറുക്ക കെട്ടാനുള്ളതൊക്കെ വേണം. പിന്നെ ഇതിന് നമ്മൾ പറയുന്ന പേരെന്താ അറിയുക? ഇതിന് ഡ്രാഫ്റ്റിങ്ങിൽ ഓരോ പേരുകളും ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് റൂട്ട് സ്റ്റോക്ക്. ഒരു കമ്പ് എടുത്തിട്ട് ആ കമ്പിന് പറയുന്ന പേരാണ് സയോൺ. അപ്പോൾ റൂട്ട് സ്റ്റോക്കും സയോണും ഇതിന് വേണ്ടത്. എന്നാൽ വരി നമ്മൾ കട്ട് ചെയ്യാൻ. ഇതിന് കുറേ ആയുധങ്ങൾ വേണം. ഇതിന് വേണ്ടത്, ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സിപ്പപ്പിൻ്റെ കവറൊക്കെ നല്ലത്. എനിക്ക് എവിടെ ചോദിച്ചുകൊണ്ട് സിപ്പപ്പിൻ്റെ കവർ കിട്ടുന്നില്ല. അപ്പം ഞാനൊരു സാധാ കവർ സിപ്പപ്പ് മോഡലൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചതുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ വരിഞ്ഞ് കെട്ടേണ്ടതുണ്ട്. പിന്നെ കത്രിക, കത്തി, ഇതിനൊക്കെ നല്ല മൂർച്ചയും വേണം, നല്ല വൃത്തിയും വേണം. കൈ വൃത്തി വേണം, കത്രിക വൃത്തി വേണം, കത്തി വൃത്തി വേണം, എല്ലാം വൃത്തിയും വേണം കേട്ടോ. അപ്പം ഞാൻ ഈ മദർ പ്ലാന്റിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ ഈ മദർ പ്ലാന്റിൻ്റെ ഓരോ ശാഖകൾ ആദ്യം ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. ഇതൊന്ന് ചെയ്ത് പോക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ലെയറിങ്ങൊക്കെ ഉണ്ട് പരിപാടി. ഇത് കത്തി മൂർച്ചം വേണമെന്ന് പറഞ്ഞാൽ അതാ ബോഗൺ വില്ലയ്ക്ക് വല്ലാത്തൊരു ഉറപ്പാണ്. ഇതവിടെ വെക്കണ്ട. ആദ്യം അതൊന്ന് വൃത്തിയാക്കുക. ചെടീനൊന്ന് നമ്മൾ
ഞാൻ മൂർച്ചുള്ളൊരു കത്തി എടുക്കട്ടെ, അത് എനിക്ക് അത്ര മൂർച്ചം പോരാൻ തോന്നുന്നു. ഇതെല്ലാം ഒക്കെ എടുത്ത് മാറ്റട്ടെ. ഓ ഇതുണ്ടായിട്ടാ. ഇതൊന്ന് ക്ലിയറാക്കി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് തുടങ്ങാം. ഞാൻ പതുക്കെ തുടങ്ങുള്ളൂ, കാരണം നിങ്ങൾ പഠിക്കണത് ഞാൻ പഠിച്ച പോലെ. ഞാൻ ഏതെല്ലാം കമ്പിനെന്നറിയോ? ഒന്ന് ഇതിന് ചെയ്യണം, ഒന്ന് ഇവിടെ ചെയ്യണം, പിന്നെ ഒന്ന് ഇതിന് ചെയ്യണം. കുറേ ഉണ്ടല്ലോ, പലതരം കളറുകൾ എടുക്കണം. ഒന്ന് ഇവിടെ ഇത് ചെയ്യുന്നതിന് ഞാൻ ഇവിടെ മുറിക്കും, കുറച്ചുകൂടി ഉറപ്പുള്ളതിന്. പിന്നെ ഇവിടെ വേറെ ഒന്ന് വന്നിട്ടുണ്ട്, ഇതാ അത് വേറെ തയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനും ഒന്ന് ചെയ്യാം. അത്രയും കമ്പ് ഞാൻ ആദ്യം ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ മറ്റേ സയോൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കട്ടിങ്സ്, അത് എടുക്കാൻ പോവാം. ഈ ഒരു കമ്പ് കട്ട് ചെയ്തു, ഈ ഒരു കമ്പ് കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു. ഇനി ഇവിടെ ഒന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഇവിടേക്ക് വെക്കാൻ പോകുന്ന കമ്പില്ലേ, സയോൺ എന്ന് ഞാൻ പറയൂ, അവൾ കട്ടിങ്സിന് സയോൺ എന്നാണ് പറയുക. ഈ വണ്ണത്തിൻ്റെ അതേ വണ്ണമായിരിക്കണം, അതും വണ്ണ രണ്ടും ഒരേപോലെ ആയിരിക്കണം. ഇതിന് ഇവിടെ വെക്കുമ്പോൾ ഈ വണ്ണമായിരിക്കണം, ഇവിടെ വെക്കുമ്പോൾ ഈ വണ്ണമായിരിക്കണം, എന്നാലേ അത് കൂടിച്ചേരുള്ളൂ. ഞാൻ പിന്നെ അത് കട്ടിങ്സ് എടുത്ത് വരട്ടെ കേട്ടോ. കട്ടിങ്സ് സയോൺ എന്ന് പറഞ്ഞല്ലോ, അത് ഈ കട്ട ചോപ്പിൻ്റെതാട്ടോ. ഒരേ വണ്ണമായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനിത് തിരഞ്ഞെടുത്തതാണ്. ഇത് ഭയങ്കര ഉറപ്പായി ബോഗൺ വില്ലക്ക്. ഒന്ന് തിരഞ്ഞെടുത്ത് ഇതാ ഞാനിപ്പോൾ കട്ട ചോപ്പിൻ്റെത് ഒന്നിങ്ങ് എടുത്തു. എടാ ഞാൻ നോക്കിയതാ ഒരേ വണ്ണ. എന്താ ഈ മഞ്ഞപ്പൂവിന് ഇത് ഒരേ വണ്ണാണല്ലോ. ഇനി നമുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ കളയണം, ഇതൊന്നും വേണ്ട, ഇലകളൊന്നും വേണ്ട, ഒക്കെ എല്ലാടെ നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, മേൽഭാഗം ഏതാണ് അടിഭാഗം ഏതാണ് തിരിയാൻ വേണ്ടിയിട്ട് ഈ മുള്ളിൻ്റെ താഴെ ആയിരിക്കും ഇല വരുന്നത്. അപ്പം ഇങ്ങനെ ആയിരിക്കും നിൽക്കേണ്ടത്, ഇങ്ങനെയല്ല, മുള്ളിൻ്റെ താഴെയായിരിക്കും ഇലേൻ്റെ അടയാളം വരിക. കമ്പുത കണ്ടില്ലേ, ഇങ്ങനെ തിരിയാൻ വേണ്ടി പറഞ്ഞു തന്നതാട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു സൈസ് മഞ്ഞപ്പൂവാണ് എന്ന്. അതിലേക്കാണ് ഇപ്പം ഞാൻ ഈ കട്ട ചോപ്പ്, റോസ്, ഓറഞ്ച്, പിന്നെ വേറൊരു തരം ഉണ്ട് ഞാൻ വാങ്ങിയത് പുറത്തുനിന്ന്, അതും കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ 4 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 4 പീസ് ഇതിലേക്ക് ബെഡ് ചെയ്യാൻ പോവുക കേട്ടോ. ഗ്രാഫ്റ്റിംഗ് ഞാൻ ഈ തണ്ടിനെ ഞാൻ നടുഭാഗം V ആകൃതിയിൽ പൊളക്കാൻ പോകുന്ന കേട്ടോ. അപ്പോൾ നമുക്കത് എത്ര താഴോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഈ വിരലില്ലേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വീതിയാണ് വേണ്ടത്. അത് ഞാൻ മെല്ലെതാ അതാ എൻ്റെ കാണുന്നുണ്ടോ, അതിങ്ങനെ കേട്ടായ V പോലെ ആയി കണ്ടോ, ഇത്ര കണ്ടില്ലേ, അതാ അടുത്ത് നോക്കി ഇതങ്ങനെ വന്നു. ഇനി നമുക്ക് അതിൽ വെക്കാനുള്ളത് ഇങ്ങനെ വെക്കണമല്ലോ. അപ്പോൾ ഈ ചെടീൻ്റെ ഈ സയോണിൻ്റെ ഈ സൈഡും 2 സൈഡും ചെത്തിയിട്ട് പോക്കണം. ഇങ്ങനെ ചെത്തിയിട്ട് കൂർപ്പിക്കലല്ല, പരത്തിയിട്ട് തന്നെ വേണ്ട. കത്തി ശ്രദ്ധിക്കണേ കയ്യാകുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങേ അറ്റത്തെ തൊലിയും ഈ അറ്റത്തെ തൊലിയും കുറച്ചവിടെ വേണം കേട്ടോ, യോജിപ്പിക്കണമല്ലോ ഇതിന്. ഇത് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുക, എന്നാൽ ഒരേ ഇതാവും. ഇതാ ഈ അറ്റത്തെ ഇവിടെ വെക്കുമ്പോൾ ഈ തൊലി ഇതിൽ വേണമെന്നാണ് അതിൻ്റെ മനസ്സിലാക്കേണ്ടത്, എന്നാലേ അത് യോജിക്കുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് ചെത്തിപ്പോക്കുക 2 ഭാഗവും. സയോൺ ഞാൻ ചെത്തിക്കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഇത്ര വീതിയല്ലേതാ, ഇത് അതിന് ഇത്ര തന്നെ വെച്ചിട്ട് ഈ അറ്റും തൊലി അവിടെ വേണം. പിന്നെ ഇത് സ്ക്രൂ ഡ്രൈവറിൻ്റെ അടിഭാഗം കണ്ട് അതുപോലൊക്കെ നിൽക്കും ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാ വെക്കാൻ പോവുക കേട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇതാ 2 അറ്റ് യോജിച്ച് ഇനി നമ്മളത് പ്ലാസ്റ്റിക് കൊണ്ട് അടിയിൽ നിന്ന് മേൽഭാഗത്തേക്കാണ് അത് വരേണ്ടത്.
നല്ല ഫിറ്റിൽ ഞാനിതുണ്ടാക്കാൻ പൂതിന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിട്ട് രണ്ടും അങ്ങ് യോജിക്കണത് ഇങ്ങനെ കെട്ടി അമർത്തുമ്പോൾ അങ്ങ് യോജിച്ച്. ഇനി കാറ്റും തണുപ്പും ഒന്നും അടിക്കാണ്ട് വരെ അങ്ങ് നിൽക്കും. നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞാൽ ഇതിന് തളിര് വരും. ഇങ്ങനെയാണ് തളിര് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഇനി ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് മൂടണം. മഴയും കൊള്ളണ്ട, കാറ്റും അടിക്കേണ്ട. അങ്ങനെ വലിച്ചങ്ങ് കെട്ടുക. എന്താ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മളിത് പ്ലാസ്റ്റിക് അധികം വേസ്റ്റ് അതങ്ങനെ അങ്ങ് മുറിച്ച് കളയുക. എന്താ ഇത് കഴിഞ്ഞ് അപ്പോൾ ഒന്ന് കണ്ടോ ഓമനത്തുള്ള ഒന്ന്. ഇനി ഇവിടെ ഒക്കെ അങ്ങ് തളിര് വരൂ. ഇത് നമ്മളൊരു കവറിട്ട് ഇങ്ങനെ മൂടും കേട്ടോ. ഞാൻ ഇതിനൊക്കെ ചെയ്യട്ടെ. ഒന്ന് ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റായി. ഇത്രേ ഉള്ളൂ പരിപാടി. എളുപ്പമാണ്, ഈസി. നമുക്ക് ഒരു ഇങ്ങനത്തെ ഒന്ന് വേണം, റൂട്ട് സ്റ്റോക്ക് വേണം. സൈവണിൻ്റെ കമ്പ് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടും. എവിടെ പോയാൽ റോഡ് സൈഡിലൊക്കെ പല കളറിലുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചും കൊണ്ടുവന്നാൽ മതി. നമ്മൾ ഒന്നുമ്പോൾ തന്നെ നിറച്ചും ഇങ്ങനെ അങ്ങ് പിടിപ്പിക്കുക. ഇനി അടുത്ത കേട്ടോ, അടുത്ത കമ്പനി ഒന്ന് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ കേട്ടോ, ഇതാ കണ്ടില്ലേ, വി ആകൃതിയിൽ 2 വിരൽ വെച്ചാലുള്ള വീതി. അത് ക്ലിയർ കാണിച്ചു തരുന്നത് നിങ്ങൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതിങ്ങെടുത്ത് ഒന്നെടുത്ത് ഇനി ഞാൻ കൂർപ്പിച്ച് വെച്ചിട്ടുണ്ട് വേറെ ഒരു കളറ്. ഇത് ഞാൻ നേരത്തെ കൂർപ്പിച്ചത് കണ്ടല്ലോ. ഈ തൊലിയും 2 ഭാഗത്തുള്ള കളയരുത്, അതാ പറയാനുള്ളത്. ഇനി നമുക്ക് ഇടാം. ഇനി അങ്ങോട്ട് പ്ലാസ്റ്റിക് കൊണ്ട് മുറുക്ക ശ്വാസം വിടാത്ത രീതിയിൽ അങ്ങ് ആക്കുക. ഇതിൻ്റെ പീസ് ഇവിടെ പോയി ഞാൻ എടുത്തുച്ചിനിതാ ഇവിടെ ഉണ്ട്. എല്ലാം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ആദ്യം ഇവിടെ അങ്ങ് മുറുക്ക പിടിച്ചാൽ നമ്മളെല്ലാതും പോവും. അടിയിൽ താഴോട്ടുനിന്ന് മേലോട്ടാണ് വരേണ്ടത്. ഞാൻ ഇനി ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസായിട്ട് ഞാൻ പിന്നെ സിമ്പിളായി മാറും. ഇതിപ്പോൾ ഞാൻ ഭയങ്കരമായ ശ്രദ്ധയോട് കൂടിയ ഇത് ചെയ്ത് നല്ല പ്രാക്ടീസായി. എനിക്ക് ശ്രദ്ധയൊന്നും വേണ്ട കേട്ടോ. ഇത് അങ്ങോട്ട് മൂടി കിട്ടേണ്ടി, നല്ല യോജിച്ച് കിട്ടേണ്ടി. ഇവിടെയാ ഉറപ്പിൽ നിൽക്കേണ്ടി. നീണ്ടാൽ ഇതങ്ങ് നീണ്ടു പോവും. ഫുള്ള് കെട്ടിയിട്ട് കാണിച്ചു തരാം. ഉണ്ടേ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വലിച്ച് മുറുക. എന്തെല്ലാം പണികളാണ്. അങ്ങ് ഫിറ്റ് 2 എണ്ണം വിജയകരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ആഴ്ച കഴിയണം ഇത് വിജയിച്ചോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ. ഇനി അടുത്തതുണ്ട്, ഞാൻ അടുത്തത് കൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, സമയം നീണ്ടുപോകും. അങ്ങനെ ഞാൻ വിജയകരമായി 3 കമ്പനി ഞാൻ ഗ്രാഫ്റ്റിങ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ തണലത്ത് കൊണ്ടുപോയി വെക്കണം, ICV കൊണ്ടുപോയി വെക്കണം. നല്ല വായു സഞ്ചാരം വേണം, എന്നാൽ വെയിൽ നേരിട്ടടിക്കരുത്. ഇനി ഞാനെന്തോ കവറിട്ട് മൂടുട്ടോ, മൂടുന്നത് കാണിച്ചു തരാം. അങ്ങനെ 3 എണ്ണം കെട്ടിക്കഴിഞ്ഞല്ലോ. ഇനി ഞാൻ അതിൻ്റെ മേൽ കൂടെ മഴ കൊള്ളാതിരിക്കാനും പൊടി തട്ടാണ്ടിരിക്കാനും എല്ലാം കൂടെ ഒരു കവറിട്ട് കിട്ടും. എന്താ ഒന്ന് ഇവിടെ, ഒന്ന് ഇതിന്. ഇത് സിപ്പപ്പിൻ്റെ കവർ ഇട്ടിട്ട് ഇങ്ങനെ മൂടി കെട്ടലാണ്. എൻ്റെ അടുത്ത് അതില്ലേറ്റ് ഇത് ഇങ്ങനെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ ICUവിൽ കൊണ്ടുപോയി വെക്കും. ഈ തളിര് വരുന്നുണ്ട് എന്ന് കണ്ടാൽ ഈ മേൽഭാഗത്തുള്ള കവറില്ലേ, ഈ പൊന്തിക്കുന്ന ഈ കവർ എടുത്തു മാറ്റും. അത് കഴിഞ്ഞ് 2-3 നന്നായിട്ട് ശാഖ എല്ലാം പൊടിച്ച് ഉഷാറായി വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല ടൈറ്റിൽ മുറുക്കിയതില്ലേ അതും വെട്ടിക്കളയും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ബോഗൺവില്ലയിൽ തന്നെ ധാരാളം പലതരം കളറുള്ള പൂക്കൾ ഉണ്ടാവും. ഇനി ഇത് ബോഗൺവില്ലയിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് പച്ചക്കറിയിലും ഇത് ചെയ്യാം, കുറ്റി കുരുമുളകിൽ ഇത് ചെയ്യാം. അതൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇന്നിപ്പോൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ
എൻ്റെ ഡ്രാഫ്റ്റും വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു